ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് മീഡിയ കോൺഫറൻസിന്റെ ഷിക്കാഗോയിലെ ഔദ്യോഗികമായ കിക്ക് ഓഫ് മീറ്റിംഗ് ജൂലൈ 6 ഞായറാഴ്ച ഷിക്കാഗോ മലയാളി അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. ബിജു സക്കറിയയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, നാഷണൽ ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്നം, മുൻ പ്രസിഡന്റ് അഡ്വൈസറി ബോർഡ് ചെയർമാനുമായിരുന്ന ബിജു കിഴക്കേക്കുറ്റ് എന്നിവർ അതിഥികളായി പങ്കെടുക്കും. ഒപ്പം ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഷിക്കാഗോയിലെ അംഗങ്ങളും കോൺഫറൻസിന് പിന്തുണ നൽകുന്ന ഷിക്കാഗോയിലെ സ്പോൺസേഴ്സും വിവിധ മലയാളി അസോസിയേഷൻ ഭാരവാഹികളും അഭ്യുദയകാംക്ഷികളും പങ്കെടുക്കും. ഒക്ടോബർ 9, 10, 11 തീയതികളിലാണ് ന്യൂജേഴ്സിയിലെ എഡിസണിലെ ഷെറാട്ടൺ ഹോട്ടൽ സമുച്ചയത്തിൽ വെച്ച് അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനം നടക്കുന്നത്. നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, സെക്രട്ടറി ഷിജോ പൗലോസ്, ട്രഷറർ വിശാഖ്, അഡ്വൈസറി ബോർഡ് ചെയറായ സുനിൽ തൈമറ്റം, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളത്ത്, വൈസ് പ്രസിഡന്റ് അനിൽ ആറന്മുള, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്നം കൂടാതെ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, ന്യൂയോർക്ക് ചാപ്റ്റർ ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് മീഡിയ കോൺഫറൻസ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ മുതിർന്ന നേതാക്കളോടൊപ്പം വളരെ പ്രശസ്തരായ മുതിർന്ന മാധ്യമ പ്രവർത്തകരും അതിൻ്റെ ഭാഗമാകും. അമേരിക്കയിലെ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളുടെയും പ്രതിനിധികൾ ഈ കോൺഫറൻസിന്റെ മാത്രം പ്രത്യേകതയാണെന്നും ഈ കൺവെൻഷന്റെ ചെയർമാനും ന്യൂയോർക്ക് ചാപ്റ്ററിന്റെ മുൻ വൈസ് പ്രസിഡന്റും കൂടിയായ സജി എബ്രഹാം പറയുകയുണ്ടായി. എല്ലാം കൊണ്ടും വ്യത്യസ്തമായതും അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകർ പ്രയോജനം നൽകുന്നതുമായ പ്രോഗ്രാമുകളാണ് ഈ വർഷത്തെ കോൺഫറൻസിൽ വിഭാവനം ചെയ്യുന്നതെന്ന് ഷിക്കാഗോ ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സക്കറിയ അറിയിച്ചു. മാറിവരുന്ന നവമാധ്യമ രീതികളുടെ അവലോകനം കൂടി ഇതിന്റെ ഭാഗമാണ്. എല്ലാ കോൺഫറൻസും ഒന്നിനൊന്നിന് മെച്ചമായി നടത്തിയ പാരമ്പര്യം പ്രസ് ക്ലബിനുണ്ടെന്നും അതേപോലെ തന്നെ മികച്ച ഒരു കോൺഫറൻസിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും മുൻ അഡ്വൈസറി ബോർഡ് ചെയർമാനും ഷിക്കാഗോയിൽ 2021 വർഷത്തിൽ ഏറ്റവും വിജയകരമായ സമ്മേളനം നടത്തിയ ബിജു കിഴക്കേക്കുറ്റ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി.